എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലായ് ഗോബി പനീറാണ്. ആളൊരു നോർത്ത് ഇന്ത്യനാണ്. ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ ബാൻ ചെയ്തെടുക്കാം. ഇതിനായി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഒരു 2-3-5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഓവർ കുക്ക് ആക്കരുത്. അതിനെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്ക് 200 ഗ്രാം പനീർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ നല്ലപോലെ ഗോൾഡൻ കളറായി ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 2-3-4 മിനിറ്റ് 2 ഭാഗം മറിച്ചും തിരിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെയും കോരി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം. അതേ സെയിം പാനിൽ ഞാൻ കുറച്ച് ഹോൾ ഗരം മസാലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കറുകയില, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇതെല്ലാം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം നല്ലപോലെ റോസ്റ്റ് ആയതിനു ശേഷം 2 ചെറിയ സബോള നല്ലപോലെ ചോപ്പ് ചെയ്തത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സബോള നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇതിനെ ഓവറായിട്ട് ബ്രൗൺ കളർ ആക്കി എടുക്കരുത്. നല്ല ഒരു സോഫ്റ്റ് ആവുന്ന ലെവലിൽ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് നീളനെ അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് സോട്ടായി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും നല്ലപോലെ സോട്ട് ചെയ്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമെല്ലാം മാറി വരുമ്പോൾ 2 ചെറിയ ടൊമാറ്റോ മിക്സിയിലിട്ട് പ്യൂരി ആക്കിയിട്ടുണ്ട്. അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മറ്റു പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് എന്താ പറയുക ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ നോക്കുക. മസാല നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് ഓയിൽ തെളിഞ്ഞ് വരിക എന്നുള്ള ലെവലിലെടുത്തോ. ഞാനിവിടെ അധികം ഓയിൽ ഒഴിക്കാത്തത് കൊണ്ട് ഓയിൽ ഇങ്ങനെ തെളിഞ്ഞൊന്നും വരില്ല. പക്ഷെ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കും. അതിനുശേഷം ഞാനിവിടെ ഒരു 50 ഗ്രാം കാഷ്നട്ട് ഒരു 20 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് അതിനെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് 1 കപ്പ് വെള്ളം ഞാൻ ജ്യൂസ് അടിച്ച ആ ബ്ലെൻഡറിലേക്ക് ഒഴിച്ച് അതും കലക്കി ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, മലായ് ഗോബി പനീർ. ഗ്രേവി നല്ലപോലെ കുറുകി വരുമ്പോൾ നമ്മൾ ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതും നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ ഇട്ടതിന് ശേഷം നമ്മൾ അധികം കുത്തി ഇളക്കരുത്. പനീർ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പതുക്കെ ഒന്ന് പിന്നെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും അതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം നമ്മളുടെ മലായ് ഗോബി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ മലായ് ഗോബി പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.